ഹലോ ഗൈസ്, അങ്ങനെ കല്യാണിയുടെ അംഗനവാടിയിൽ നിന്ന് ടൂർ പോകുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ടൂറിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് രാവിലെ തന്നെ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂടെയുള്ള എല്ലാവരും നമുക്ക് ടാറ്റയൊക്കെ തന്ന് മംഗളങ്ങളൊക്കെ യാത്രാമംഗളം നേർന്ന് നമ്മൾ അങ്ങനെ യാത്ര തിരിച്ചു. അപ്പോൾ കല്യാണിയുടെ ഫ്രണ്ട്സും എല്ലാം വളരെ എൻജോയ്മെൻ്റ് ആണ്, അടിച്ചു പൊളിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ടാട്ടോ യാത്ര ആരംഭിച്ചത്. പിന്നെ കുട്ടികളുടെ കലാപരിപാടികളുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും പാട്ടുപാടി, കല്യാണിമോളും എല്ലാവരും പാട്ടുപാടി കേട്ടോ. കുട്ടികളുടെ കലാപരിപാടികൾ കഴിഞ്ഞ് ടീച്ചർമാരുടെയും പേരൻസിൻ്റെ ആയിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടുപാടി തകർത്തു. അങ്ങനെ നമ്മൾ നേരെ ആദ്യം എങ്ങോട്ടാണ് പോയെന്നറിയോ? ഹിൽ പാലസിലേക്കാണ് പോയത്. അങ്ങനെ ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഇത്രയും പേരാട്ടോ, 10-30 പേരുണ്ടായിരുന്നു, കുട്ടികളടക്കം. അങ്ങനെ നമ്മൾ ട്രാവലറിനാണ് യാത്ര തിരിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും നേരെ ഹിൽ പാലസിലേക്ക് പോവുകയാണേ. അപ്പോൾ അവിടെ നമുക്ക് ചെരുപ്പൊന്നും അലൗഡ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ ചെരുക്കെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം ടീച്ചർ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പം ഞാനും എൻ്റെ കല്യാണമോളും കൂടെ ആദ്യമായിട്ടാട്ടോ ഇതുപോലെ ഒറ്റയ്ക്കൊരു യാത്ര പോകുന്നത്. അപ്പം എവിടെ പോയാലും ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഏട്ടൻ വരാറുണ്ട്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പോൾ ഹിൽ പാലസിലേക്ക് പോരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ വെച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാട്ടോ അകത്തേക്ക് കയറിയത്. അപ്പോൾ എല്ലാം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേരൻസിനും ടീച്ചറിനൊക്കെ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൊച്ചിനെ മാത്രമല്ല, എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുപോലെ തന്നെ നമ്മുടെ കുഞ്ഞായിട്ടാട്ടോ കണ്ടത്. കാരണം ഒരാളൊരു വഴി മാറി പോവോ തിരിഞ്ഞ് ഓടുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കൾക്കിടയിൽ ഇതുപോലുള്ള യാത്രകൾ എന്നൊക്കെ പറയുന്നത് നല്ലതാട്ടോ. അവർക്കിടയിൽ ഒരു ഐക്യവും ചെറുപ്പത്തിലേ മുതലേ ഇങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളൊക്കെ വരുന്നത് നല്ല സ്വഭാവമാണ്. അപ്പം നമ്മളങ്ങനെ കൊട്ടാരത്തിലെല്ലാം ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് അറിയാവുന്ന അറിവുകളെല്ലാം കൊട്ടാരത്തെ പറ്റി, രാജാവിനെ പറ്റിയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. എന്ത് മനോഹരമായ രീതിയിലാണ് അവിടുത്തെ ചേച്ചിമാരൊക്കെ അവിടുത്തെ ചെടികളൊക്കെ നടന്നു നോക്കി. അടിപൊളിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. എത്ര അറേഞ്ച്മെന്റും കാര്യങ്ങളാണെന്ന് ഓർത്തിട്ട്. അപ്പൊ ഈ കൊട്ടാരത്തിൽ താമസിച്ച ആ ഒരു രാജാവിന്റെ ഭാഗ്യം. അപ്പൊ നമ്മുടെ കൂടെ കുട്ടികളും പേരൻസും മാത്രമല്ല, അവരുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാനും എൻ്റെ കല്യാണിയും വളരെയധികം എൻജോയ് ചെയ്തു. അപ്പൊ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അസഹനീയമായിരുന്നു. അപ്പൊ ഈ കാണുന്ന കേട്ടോ നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കാണുന്ന ആ കുളം. അപ്പം നമുക്കിവിടെ ഒരുപാട് നേരം ചിലവഴിക്കാൻ സമയമില്ല, മറ്റു സ്ഥലങ്ങളിലും കൂടെ പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ